മുത്തിനറിഞ്ഞൂടെ നമുക്ക് നിൽക്കാൻ കഴിയില്ലാണ്. ഇന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. നേരായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കുന്നുള്ള വിവരമാണ് വരുന്നത്. അവര് പറഞ്ഞത് നോർമൽ ആത്മഹത്യയാണ്. ഇങ്ങനെ വീഡിയോനെ പറ്റിയിട്ട് സി എന്റെ അടുത്ത് സംസാരിച്ച സി എ പറയുന്നത് അവൻ തട്ടിയിട്ടുണ്ടല്ലോ, അവൻ ഇങ്ങനെ അത് മരിച്ചു കിടക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത്. സി എ ഹൈവേയിൽ ചത്തു കിടക്കുന്ന ഒരു പട്ടിയുടെ വില പോലും പുരുഷന്മാർക്കില്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ, ഒരു അതിജീവിതയായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും കൂടെ ചാടി പുറപ്പെട്ട് ഇറങ്ങിയേനെ. ഇവിടെ ഒരു പുരുഷനായതുകൊണ്ട് ഒരു പച്ചയായ മനുഷ്യനെ കൊലക്ക് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലോ. ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു സിറ്റുവേഷനോട് ഇങ്ങനെയാണ് പ്രതികരിക്കണമെങ്കിൽ സാധാരണ ജനങ്ങളപ്പോൾ എന്തായിരിക്കും ചെയ്യുക? ആ നാട്ടിലെ ആളുകളെല്ലാം തന്നെ പറയുന്നത് ഒരു പാവം മനുഷ്യനാണ്, അധികം ആരോടും സംസാരിക്കുക പോലും ഇല്ല, സംസാരിക്കുന്ന പോലും വളരെ വിനയത്തോടും സ്നേഹത്തോടുമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇത് ചെയ്യുമെന്ന് ആ നാട്ടുകാർ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. പോട്ടെ, ആ മനുഷ്യൻ അങ്ങനെ ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി അയാളുടെ അടുത്ത് പോയി നിൽക്കുന്നു, വീഡിയോ എടുക്കുന്നു. സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുകയാണ്, ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം ഉണ്ടാവുക? ഒരു ഇൻസ്റ്റന്റീവ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ അവർ ദേഷ്യപ്പെടും, ബഹളം ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്തിട്ട് രണ്ടെണ്ണം കൊടുക്കും. അങ്ങനെ കൊടുത്താൽ പോലും കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ടിട്ട് അതുവഴി റീച്ച് ഉണ്ടാക്കാൻ നോക്കി നിങ്ങളെ എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇതിനു മുമ്പ് ഇതുപോലത്തെ വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊരു പുതിയ സംഭവമല്ല. ഇതിനു മുമ്പ് ഒരു പെൺകുട്ടി ഇങ്ങനെ റീച്ചായി, നെഗറ്റീവ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ റീച്ചായി. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിൽ അറിയത്തില്ല ഇത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് തോന്നുന്നു. അതിപ്പോ നെഗറ്റീവ് കമന്റ്സ് ആവട്ടെ, റീച്ച് കിട്ടും. ഇൻസ്റ്റാഗ്രാമിന്റെ ആൽഗോരിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് വീഡിയോ ഇട്ട പെൺകുട്ടി ഈ നാട്ടിലെ പെൺകുട്ടികളോട് ഒരു കാര്യം പറയുകയുണ്ടായി, നിങ്ങളെ ഈ നാട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, നിങ്ങൾ ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെടും. എനിക്ക് ഈ നാട്ടിലെ ആൺ സുഹൃത്തുക്കളോട് അതാണ് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുക, ഏതെങ്കിലും നാട്ടിൽ പോയി രക്ഷപ്പെടുക. ഈ നാട്ടിൽ ബസ്സിൽ പോകാൻ പറ്റത്തില്ല, ട്രെയിനിൽ പോകാൻ പറ്റത്തില്ല, ഇനിയിപ്പോ ഫ്ലൈറ്റിലും പോകാൻ പറ്റത്തില്ല. ഇപ്പം ബസ്സാണ് ട്രെൻഡെങ്കിൽ നാളെ ട്രെയിൻ ആയിരിക്കും ട്രെൻഡ്, അതിനുശേഷം ഫ്ലൈറ്റ് ആയിരിക്കും ട്രെൻഡ്. ഫ്ലൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓടിപ്പോലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പൊതുസ്ഥലത്ത് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇക്കാലത്ത് നിങ്ങൾ പൊതുസ്ഥലത്ത് ഇറങ്ങി നടങ്ങി ആരെങ്കിലും അറിയാതെ ടച്ച് ചെയ്താൽ പോലും ക്യാമറ കണ്ണുകൾ നിങ്ങളെ നോക്കി നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു ക്യാമറയിൽ നിങ്ങൾ പെട്ടുപോയാൽ മതി, നാളെ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ആ വീഡിയോ ഷെയർ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഇങ്ങനെ ഒരു സംഭവത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെന്ന്. ഈ നാട്ടിലെ എല്ലാ പുരുഷന്മാരും നല്ലവരാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരാൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ സമയത്താണ് പ്രതികരിക്കേണ്ടത്. ആ ബസ്സിൽ വെച്ച് നിങ്ങൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ആ ബസ്സിലുള്ള എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല, എനിക്കത് ഉറപ്പാണ്. നിങ്ങൾ അവിടെ വെച്ചത് പ്രതികരിക്കാൻ തയ്യാറായില്ല. ബസ്സിൽ വെച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ മാത്രമല്ല ഇതൊക്കെ അറിയൂ. അത് ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിലോ കൊണ്ടുവന്നിട്ടിട്ട് ആ മനുഷ്യനെ നന്നാക്കാനായിരുന്നു നിങ്ങളുടെ ശ്രമം. പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അവിടെ വെച്ച് പ്രതികരിച്ചേന്. ഒരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിതം വെച്ചല്ല കളിക്കേണ്ടത്. നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന ഒരാളാണോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടിയുള്ള ഒരാളാണോ, നിങ്ങൾ അതിൽ മാത്രം യാത്ര ചെയ്യുക. നിങ്ങൾക്ക് ബസ്സിൽ കയറാൻ പറ്റത്തില്ല, ഇനിയിപ്പം പൊതുസ്ഥലത്ത് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് വണ്ടി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ കടം വാങ്ങിച്ചാലും പണയം വെച്ചാലും എങ്ങനെയും ഒരു സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാക്കി അതിൽ യാത്ര ചെയ്യുക. അതാണ് ഈ നാടിന്റെ അവസ്ഥ. ഒരല്പം മര്യാദയൊക്കെ വേണം ഇവിടെ. ആ പുള്ളി ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു, അധികം ആരോട് സംസാരിക്കുക പോലും ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന് നടക്കുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റത്തില്ല, ആരോടും പറയാൻ പറ്റത്തില്ല. നാണക്കേട് സഹിക്കാൻ വയ്യാതെ എത്ര വേദനിച്ചിട്ടായിരിക്കും ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടന്റിന് വേണ്ടി റീച്ചിന് വേണ്ടി ഒരാളെയും കൊലപ്പെടുത്തരുത്. നമുക്ക് ഇതിനാസ്പദമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സിൽ കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരനുഭവം, അവരുടെ ഫ്രണ്ടിൽ നിന്നൊരു ലേഡിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഒരു അനുഭവം എന്ന് പറഞ്ഞ് ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എനിക്ക് നേരെയും വന്നു. അപ്പൊ നിങ്ങൾക്ക് പോലും ഉറപ്പില്ല അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ അതോ അറിയാതെയാണോ ചെയ്തെന്നുള്ളത്. പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ വീഡിയോ ഇട്ടിരിക്കുന്നത്? നിങ്ങൾ വീഡിയോ ഇടാൻ വേറൊരു പെൺകുട്ടിയെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. അത് ആ പെൺകുട്ടി അറിഞ്ഞിട്ടുണ്ടോ? വേറൊരു പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇതിൽ ഇടപെട്ടു എന്നാണ് പറയുന്നത്. നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പറാണ്, നിങ്ങൾ ഇങ്ങനെയാണോ ഇടപെടേണ്ടത്? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് പ്രതികരിച്ച് അത് അവിടെ സോൾവ് ചെയ്യാണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ വീട്ടിലറിയിക്കാം. അല്ലാതെ ഒരു മനുഷ്യനെ സമൂഹത്തിന് മുന്നിൽ ഇട്ട് അപമാനപ്പെടുത്തി വലിച്ചു കീറി കൊലപ്പെടുത്തുകയല്ല വേണ്ടത്. ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും ആള് പെട്ടെന്ന് ഇറങ്ങി ഓടി. ഇത് കണ്ട് അദ്ദേഹത്തെ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ആ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാണ് കേട്ടോ. അയാൾ ഇറങ്ങി ഓടിയെന്ന്. അത്രയും നേരം അടുത്ത് പോയി നിന്ന് വീഡിയോ എടുക്കുകയായിരുന്നു. അതുവരെ ഒന്നും പ്രതികരിക്കണ്ട. ഇറങ്ങി ഓടിയതിനു ശേഷം അത് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ടേ പ്രതികരിക്കൂ. വല്ലാത്ത പ്രതികരണം തന്നെ. നിങ്ങൾ കാരണം ഒരു മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്, സ്ത്രീയെ. ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് അടിയിൽ മൊത്തം നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. ഇതിനു മുമ്പ് അപ്സാ കേരേജി ഇട്ട ഒരു വീഡിയോ അറിയാമായിരുന്നല്ലോ, അതിന് താഴെ മൊത്തം നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് കമന്റ്സ് ആയാലും റീച്ച് കിട്ടി. ഇതൊരു ലാക്കാക്കിയ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ
പുരുഷന്മാരൊക്കെ എന്ത് ചെയ്യോടെ? ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? ഇത് നെഗറ്റീവായെന്ന് കണ്ട ഈ സ്ത്രീ വീണ്ടും ഒരു പോസ്റ്റുമായിട്ട് വന്നു. സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാൻ, സമൂഹത്തെ നന്നാക്കാൻ, ആ മനുഷ്യനെ നന്നാക്കാൻ, അതിനുവേണ്ടിയുള്ള ഒരു പോസ്റ്റ്. അത് നമുക്കൊന്ന് കാണാം, അത് കണ്ട് തിരിച്ചു വരാം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള വ്യൂസിന് വേണ്ടിയുള്ള വീഡിയോ അല്ല. ഇതിങ്ങനെ ട്രെൻഡ് ഉണ്ടെന്ന് കണ്ടിട്ടുള്ള വീഡിയോ അല്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് ഇതിന് കാരണം. ഇതിന് ട്രെൻഡ് കിട്ടുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പെണ്ണുങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ അല്പമെങ്കിലും സത്യാവസ്ഥ ഉണ്ടാവണം. ഇവരൊക്കെ കാണാം, യഥാർത്ഥത്തിൽ പ്രതികരിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും പ്രതികരിക്കാൻ തോന്നാത്ത വിധത്തിലുള്ള കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ഇതിന്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്. മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്, താത്വിക അവലോകനമാണ്, ഈ നാടിനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ്. എന്താണ് സ്ത്രീയെ നിങ്ങൾ ഈ കിടന്ന് ന്യായീകരിക്കുന്നത്? അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാന് ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. ആരേലും ഒരാൾ ഇടിക്കാൻ വരുമ്പോൾ അടുത്ത് പോയി നിന്ന് കൊടുത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യൂ. അങ്ങനെ ആയാലും മോശമായിട്ട് പെരുമാറുമ്പോൾ ഉടനെ പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ പോയി നിൽക്കുകയാണ്. എന്താണിത്? അയാൾ ഇടിക്കണം, ഇടിച്ചില്ലെങ്കിൽ ഇടിപ്പിക്കണം, എന്നിട്ട് അത് വീഡിയോ എടുക്കണം. നിങ്ങൾ ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ഒരാളല്ലേ? ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത്? എന്ത് മാതൃകയാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു. ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറെങ്കിൽ വീഡിയോ ഓണാക്കിയല്ല നിൽക്കേണ്ടത്. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്, നിങ്ങൾ പ്രതികരിക്കുകയാണ് വേണ്ടത്. വേറൊരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾ സഹായത്തിന് ചെന്നു, തീ. അത് കഴിഞ്ഞ് പിന്നെ എന്റെ നേർക്ക് വന്നു, അപ്പോഴും ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. എന്ത് നല്ല പ്രതികരണം! ഇങ്ങനെയുള്ള പ്രതികരണം സ്വപ്നങ്ങളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇത് ഇയാളല്ല പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ട്രെൻഡ്, ഈ ബെസ്റ്റ് ട്രെൻഡ് ഇതൊരു പാറ്റേണായി കണ്ടിന്യൂ ചെയ്യുന്നത് ഇതേപോലെയുള്ള പെണ്ണുങ്ങളാണ്. എല്ലാ പെണ്ണുങ്ങളെയും നമ്മൾ കുറ്റം പറയുന്നില്ല. എല്ലാ പുരുഷന്മാരും നല്ലവരും അല്ല, മോശമായി പെരുമാറുന്ന പുരുഷന്മാരുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പ്രതികരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇതുപോലെ റീച്ചിന് വേണ്ടി സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്നിട്ടിട്ട് ഒരാളെ തേജോധം ചെയ്യരുത്. ഇവർക്ക് 1,00,000 മേളിൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ എത്ര പേരുടെ അടുത്ത് ഈ വീഡിയോ ചെന്നിട്ടുണ്ട്? മില്യൺസ് വ്യൂസ് ആണ് ഇത് വന്നിട്ടുള്ളത്. ഇത് സ്വന്തം കൂട്ടുകാരന്റെ അടുത്ത് നിന്നാണ് ആ മനുഷ്യനെ അറിയാൻ സാധിച്ചത്. അത് അദ്ദേഹത്തിന് എത്രത്തോളം വിഷമം ഉണ്ടായി കാണും. ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല. പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയറാ. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് ജനങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചേക്കുക. ഇത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിങ്ക്ട് റിയാക്ഷൻ അല്ലെന്ന്. നിങ്ങളോട് ഒരാൾ മോശമായി പെരുമാറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്ട് റിയാക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? ഉടനെ മൊബൈൽ എടുത്ത് ക്യാമറ ഓൺ ആക്കുകയാണ് ചെയ്യുന്നത് ഇൻസ്റ്റിങ്ക്ട് റിയാക്ഷൻ. ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തി. അവർ തന്നെ പറയാതെ പറയുന്നു ഇത് മാക്സിമം ആളിലേക്ക് എത്തിക്കുക, മാക്സിമം റീച്ച് ഉണ്ടാക്കുക. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് നല്ല ഉദ്ദേശമായി പോയി. അതുകൊണ്ട് എന്തായി? ഒരു മനുഷ്യന്റെ ജീവൻ അങ്ങ് പോയി. അയാൾ നല്ലവനാവട്ടെ ചീത്തയാവട്ടെ, അയാളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് മാത്രം പറയരുത്. നിങ്ങളുടെ റീച്ചിന് വേണ്ടി നിങ്ങളത് ചെയ്തു. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തലയണ മന്ത്രത്തിനകത്ത് ഇന്നസെന്റിന്റെ അടുത്ത് മാമുകോയ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഒരാൾ ചാവാൻ കിടക്കുമ്പോൾ അല്ല ചെറ്റവർത്താനം പറയുന്നത് എന്നിട്ടൊന്നും പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. തൊലിഞ്ഞ ഒരു പോസ്റ്റ് വിട്ടിട്ട് അതിന് നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അതിന് ന്യായീകരിക്കാൻ വന്നിട്ട് ജനങ്ങളെ അങ്ങ് ഉദ്ബോധിപ്പിക്കാൻ ഇറങ്ങി തിരികല്ലേ കേട്ടോ. അവരെങ്ങനെ അങ്ങ് വിളമ്പുവാണ് സമൂഹത്തിനെ അങ്ങ് നന്നാക്കാൻ.
അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? അവിടെ വെച്ച് പ്രതികരിച്ചില്ല. ഇതിനെതിരെ നമ്മളെല്ലാം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതുപോലുള്ള ദീപക് കുമാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ കുടുംബവും മെൻസ് അസോസിയേഷനും ഒക്കെ കേസുമായിട്ട് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. BNS 194 ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടാണ് കേസ് എടുത്തിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ മാക്സിമം ആളിലേക്ക് എത്തിക്കുക. ഇവർ ചെയ്ത കൊള്ളരുതായ്മ എല്ലാവരും മനസ്സിലാക്കണം. ഈ സംഭവത്തിൽ ദീപകിന്റെ കൂട്ടുകാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. എനിക്കറിയില്ല ആ കുട്ടി കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞത്, അങ്ങനെയാണെന്നല്ല. പക്ഷെ അത് കണ്ടാലറിയാം അതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിരിക്കണത്. പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു തീം കിട്ടിക്കഴിഞ്ഞാൽ അവരെ മൈൻഡ് അതപ്പോൾ ചേഞ്ച് ആവാണ്. അത് വെച്ച് ഞങ്ങൾ റീച്ച് കിട്ടുമല്ലോ, ഇത്ര റീച്ച് കിട്ടുമല്ലോ. ഇപ്പോൾ ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ 2.3 മില്യൺ അവർക്ക് റീച്ച് കിട്ടിയ 2.3 മില്യൺ വ്യൂസ് ആണ് കിട്ടിയത്. ഇത് വീഡിയോ ആയിട്ട് പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് ഇല്ല, അവനും പുള്ളി ഇല്ല എന്നോട് പറഞ്ഞു. അവന് എന്തെങ്കിലും അവന്റെ സംസാരത്തിൽ വീഴ്ചയുണ്ട് ഞാൻ അറിയൂ. അവൻ എന്നോട് ഷെയർ ചെയ്തതിന് കാര്യമോ, കാരണം ഞാനാണ് അവനെ അറിയിച്ചത് ഈ കാര്യം. ഫസ്റ്റ് ഞാൻ മെഞ്ഞാന്നിൻ്റെ വൈഫ് അവരിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടിട്ട്, ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമൊന്നും ഞങ്ങളാരും നോക്കണമെന്നില്ല. അപ്പോൾ വൈഫ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ദീപകണ്ഠ പോലത്തെ ഒരാളെ കണ്ടിക്കണ്, എന്താ സത്യം എന്താണെന്ന് വെച്ചിട്ട് അവനാവൂല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല അവനങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കൂല. ഇത്രയും കാലം ഞാൻ അവൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ പോകാത്ത നാടുകളിൽ, നമ്മളെല്ലാം അധിക ഏരിയകളിൽ ഒരുമിച്ച് പോകണ റിസോർട്ട് എടുക്കാൻ താമസിക്കുന്നതാണ്. ഞങ്ങളാരങ്ങനെ ഒരു പ്രവണത കണ്ടിട്ടില്ല. ഞങ്ങളങ്ങനത്തെ ഒരു വേണ്ടത്തെ രീതി ചിന്തിച്ചിട്ടും ഇല്ല ഇതുവരെ. അങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അവനാവല്ല. പിന്നെ അവളെ കാണിച്ചെന്നാണ് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, കാരണം ഒന്നാമത് ഞാൻ ടയർഡായിരുന്നു മെഞ്ഞാന്ന് രാത്രി. അപ്പോൾ ഓക്കെ എന്നാണ് കിടന്നത്. പക്ഷേ എനിക്കിത് മനസ്സിങ്ങനെ അലട്ടഞ്ഞ അവനാണോ എന്നുള്ളൊരിത് മനസ്സിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, നീ പോയിനടാ അവിടെ പയ്യന്നൂരോ കണ്ണൂർ അവിടെ ഒരു പോയിനോ എന്ന് വെച്ചിട്ട് പറഞ്ഞാടാ ഞാൻ അങ്ങനെ പോയിനു എന്തേന്ന് വെച്ചു. അവനിങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നീയാണ് അതിൽ ഇതായിട്ട് കാണിക്കണതുള്ളത്. ഞാൻ വീഡിയോ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ ഇന്നവരെ കണ്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല, ഫുള്ളും കണ്ടിട്ടില്ല, ജസ്റ്റ് കണ്ടു നല്ലത്. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം, സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ട് പറഞ്ഞാടാ ഞാനിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ടയേർഡായിരുന്നു, ഞാനിങ്ങനെ ബാഗും പിടിച്ച് നിൽക്കുന്നുണ്ട്, എന്താ സംഭവം എനിക്കറിയില്ല, വീഡിയോ ക്രിയേറ്റ് ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, നീ ആ വീഡിയോ ഒന്നും ഇങ്ങോട്ട് അയക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവന് ഷെയർ ചെയ്ത്, അവന് കണ്ട അറിയണമല്ലോ എന്താ കാര്യം, ഞങ്ങളെ മേലെ ഒരു അക്യൂസ് വരുമ്പോൾ നമ്മൾ അറിയണമല്ലോ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അവൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞത് നമുക്ക് കണ്ടാൽ എന്താ തോന്നണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് കണ്ടാൽ തന്നെ അറിയാം അത് ഫേക്ക് ഇതായത് എനിക്കറിയില്ല ആ കുട്ടി കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞത്, അങ്ങനെയാണെന്നല്ല. പക്ഷെ അത് കണ്ടാലറിയാം അതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിരിക്കണത്. പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു തീം കിട്ടിക്കഴിഞ്ഞാൽ അവരെ മൈൻഡ് അതപ്പോൾ ചേഞ്ച് ആവാണ്. അത് വെച്ച് ഞങ്ങൾ റീച്ച് കിട്ടുമല്ലോ, ഇത്ര റീച്ച് കിട്ടുമല്ലോ. ഇപ്പോൾ ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ 2.3 മില്യൺ അവർക്ക് റീച്ച് കിട്ടിയത്. 2.3 മില്യൺ വ്യൂസ് ആണ് കിട്ടിയത്. ഒരാളെ കൊന്നാലും വേണ്ടിയില്ല, റീച്ച് മുഖ്യം ബിഗിലെ അല്ലേ? ഇവിടെ ദീപക് തെറ്റുകാരനല്ല, അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. ഒരു പക്ഷേ ആ മനുഷ്യൻ തെറ്റുകാരനല്ലായിരുന്നെങ്കിൽ വേറെ ആരെ നിങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിയോട് ഒരു ഉത്തരം പറയണ്ടേ? നമ്മുടെ നാട്ടിൽ നിന്ന് മനുഷ്യ സ്നേഹം, മാനുഷിക പരിഗണന ഇതെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും കുറെ റീച്ച് മാത്രം മതി. റീച്ച് നിങ്ങൾ ഉണ്ടാക്കിക്കോ, നല്ല വീഡിയോകൾ ചെയ്തുണ്ടാക്കുക, അല്ലാതെ വേറെ ആളെ കൊന്നിട്ടല്ല ഒരു റീച്ച് ഉണ്ടാക്കേണ്ടത്. ഇതിനി ഇങ്ങനെ നടക്കാൻ പാടില്ല. ദീപക് മരിച്ചു തന്നിട്ട് മീഡിയക്കാരെ ആ സ്ത്രീയെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ അവർ പറയുന്ന മറുപടി ഒന്ന് കേൾക്കണം. കഷ്ടം തന്നെ. ഒരു പട്ടിയുടെയും പൂച്ചയുടെയും ജീവൻ ഇതിനേക്കാളും വിലയുണ്ട്. അതൊന്ന് കേൾക്കാം. ശതമാനം ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കുന്നുള്ള വിവരമാണ് വരുന്നത്. സാഡ് ന്യൂസ് ആയിപ്പോയി, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഓ, സാഡ് ന്യൂസ് ആയിപ്പോയി, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്ത് പ്രതീക്ഷയോടാണ് വീഡിയോ ഒക്കെ ഇട്ടത്? അയാൾ രണ്ടാമതും എൻ്റെ അടുത്ത് മോശമായി പെരുമാറി എന്ന് പറഞ്ഞു. അപ്പോഴും നിങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പിന്നെന്തിനാണ് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തത്? നിങ്ങൾക്ക് അതുവരെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ രണ്ടാമത് വീഡിയോ എടുക്കുന്നവരെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയാത്തൊരു കാര്യം നിങ്ങൾ എങ്ങനെ സോഷ്യൽ മീഡിയ കൊണ്ടിട്ടു? ഒരു മനുഷ്യന്റെ ജീവനാണ് നിങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. ആ കുടുംബത്തിലെ ഒരേ ഒരു മോനാണത്. പ്രായമായ ഒരു അച്ഛനും അമ്മയാണ് അവിടെ ഉള്ളത്. അവർക്കാകെയുള്ള ഒരു അത്താണിയായിരുന്നത്. ഇനി അവർ എന്ത് ചെയ്യും? ഇപ്പൊ റീച്ചൊക്കെ കിട്ടിയല്ലോ, നിങ്ങൾ സന്തോഷമാണല്ലോ. എന്തായാലും അക്കൗണ്ട് ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാവരോടും റിപ്പോർട്ട് അടിച്ച് പോവുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അക്കൗണ്ട് കാണുന്നില്ല. നിങ്ങൾക്കിപ്പോ റീച്ചും എല്ലാം കിട്ടിയല്ലോ. നിങ്ങൾക്കിപ്പോ ഇൻസ്റ്റാഗ്രാം റീച്ച് മാത്രമല്ല, നിങ്ങളെ ഇപ്പം മെയിൻ സ്ട്രീം മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാവരും കയ്യിലെടുത്തു. നിങ്ങൾ ആഗ്രഹിച്ച റീച്ച് നിങ്ങൾക്ക് കിട്ടി. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവൻ ഒരു സൈഡിൽ പോയി. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആ പാവ അമ്മ ദീപകിന്റെ മൃതശരീരത്തിന് മുമ്പ് പൊട്ടിക്കഴിയുന്ന ഒരു രംഗമുണ്ട്. കേരള ജനത മൊത്തം കഴിഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. മുത്തിനറിഞ്ഞൂടെ നമുക്ക് നിൽക്കാൻ കഴിയില്ല. ഇന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് അറിഞ്ഞൂടെ
എന്റെ കുട്ടീന്റെ മുഖത്തെ മാറിപ്പോയല്ലോ. എന്തിനു ബാബേജി ചെയ്തത്? എന്തിനു ബാബേജി ചെയ്തത്? എന്തിനമ്മ ചെയ്തത്? എന്തിനു സ്വപ്നത്തിൽ ചെയ്തത്? അമ്മ നിക്കണത് സമാധാനത്തിലാണ്. എന്നെ കൊണ്ട് പോണം മോൻ. നിങ്ങളിപ്പോ സമാധാനമായല്ലോ, നിങ്ങൾക്ക് കിട്ടാനുള്ള റീച്ചൊക്കെ കിട്ടിയല്ലോ അല്ലേ? ആ പാവം അമ്മയും അച്ഛനും എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നിങ്ങൾ 2-3 പേരുടെ ജീവിതം ബലിയാടാക്കിയിരിക്കുകയാണ്. ഇതിനെതിരെ കേസുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ ആ കേസ് എടുത്തില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാട്ടുകാരൊക്കെ അതിൽ പ്രതിഷേധിക്കുകയാണ്. നാട്ടിലെ നാട്ടുകാരൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കാണാം. ദീപക് ആളെങ്ങനെയാണ്? വളരെ സാധുവായിട്ടുള്ള മനുഷ്യനാണ്. വല്ലാതെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതിയല്ല. വീട് ജോലി അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ ഈ പ്രദേശത്തുള്ള ആരോട് ചോദിച്ചാലും അദ്ദേഹത്തെ പറ്റി മനസ്സിലാവും. കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനല്ല അയാള്. അതുകൊണ്ടാണ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിച്ചത്. ഇങ്ങനെ ഒരു വിഷയം, അതായത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ള ഒരു അങ്ങനത്തെ ഒരാളെ അല്ല. അതായത് ഇങ്ങനെ ഈ സ്ത്രീ സാമൂഹ്യ മാധ്യമത്തിലൂടെ ആക്ഷേപിക്കുന്ന പോലെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വിവേകിന്റെ ഭാഗത്തിന് മുമ്പൊന്നും ഉണ്ടായിട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരാളെ അല്ല. ഈ സ്ത്രീ എന്ന് പറയുന്നത് അതായത് നമ്മളെ അരീക്കോട് പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പറാണ്, UDFന്റെ ഒരു വാർഡ് മെമ്പറാണ്. അതുകൊണ്ട് അവരിതിൽ ഇടപെട്ടിട്ട് ഇങ്ങനൊരു സ്ത്രീയെ ഈ വീഡിയോ അങ്ങനെ പരാമർശിക്കുന്നതായിട്ട് സ്റ്റേഷനിലോ കാര്യങ്ങളോ ഒന്നിനും പറയുന്നില്ല. അവര് പറയുന്നത് നോർമൽ ആത്മഹത്യയാണ്. ഇങ്ങനെ വീഡിയോനെ പറ്റിയിട്ട് CAന്റെ അടുത്ത് സംസാരിച്ച CA പറയുന്നത് അവൻ തട്ടിയിട്ടുണ്ടല്ലോ, അവൻ ഇങ്ങനെ അത് മരിച്ചു കിടക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത് CA. അതായത് അവൻ തട്ടിയിട്ടുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം, നോക്കിയിട്ട് നമുക്ക് ആക്ഷൻ എടുക്കാന്നാണ് CAന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നത്. ഹൈവേയിൽ ചത്തു കിടക്കുന്ന ഒരു പട്ടിയുടെ വില പോലും പുരുഷന്മാർക്കില്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ, ഒരു അതിജീവിതയായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും കൂടെ ചാടി പുറപ്പെട്ട് ഇറങ്ങിയനെ. ഇവിടെ ഒരു പുരുഷനായതുകൊണ്ട് അവന്റെ ജീവന് ഒരു വിലയും ഇല്ല, അവൻ ചത്തു, അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ കുറെ സ്ത്രീപക്ഷക്കാരും പുരോഗമനക്കാരും ഒക്കെ വരുന്നുണ്ട്. പുരുഷന്മാർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ്. പേരിന് വേണ്ടിയാണെങ്കിലും രാഹുൽ ഈശ്വറും കുറെ ആളുകളോട് ചേർന്ന് മെൻസ് അസോസിയേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർ കുറെയൊക്കെ വേണ്ടുന്ന കാര്യങ്ങളും കുറെയൊക്കെ വേണ്ടാത്ത കാര്യങ്ങളും ഇടപെടുന്നുണ്ട്. ഇപ്പം ആ ഒരു അസോസിയേഷന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ അതിനെയൊക്കെ എതിർത്തിരുന്നെങ്കിലും അങ്ങനെ ഒരു അസോസിയേഷൻ ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യകതയായി മാറിയിരിക്കുകയാണ്. ഇതുപോലെ ഓരോ പെണ്ണുങ്ങൾ ഓരോ ദിവസവും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റുമോ? ഒന്നും പറയാനില്ലടേ. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ്.